പ്രവാസികളുടെ നെഞ്ചെടുപ്പ് കൂട്ടി വിമാന കമ്പനികൾ വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും വ്യോമയാന മേഖലയിലെ അപ്രതീക്ഷിത മാറ്റങ്ങളും ചേർന്ന് സാധാരണക്കാരന്റെ നാട്ടിലേക്കുള്ള യാത്രകളെ ചോദ്യചിഹ്നമാക്കി നിർത്തുകയാണ്. UAE-യിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കിലെ ഈ കുതിച്ചുചാട്ടം ഒരു വിലവർദ്ധനവ് മാത്രമല്ല, പ്രവാസികളുടെ സ്വപ്നങ്ങൾക്കും പ്ലാനുകൾക്കും മേലുള്ള വലിയൊരു തിരിച്ചടി കൂടിയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിരക്കുകൾ ഇത്രയധികം വർദ്ധിക്കുന്നത്? ഈ പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും പ്രവാസികൾ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളും പരിശോധിക്കുമ്പോൾ ഗൗരവകരമായ ചില വസ്തുതകളാണ് പുറത്തു വരുന്നത്. UAE-യിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്ന ഒന്നാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മാത്രം ടിക്കറ്റ് നിരക്കിൽ 15 മുതൽ 25% വരെ വർധനവാണ് രേഖപ്പെടുത്തിയത്. സംഘർഷ സാഹചര്യത്തിൽ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരെയും അവധിക്കാലം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നവരെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ ഉയർന്നു നിൽക്കുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ. ടിക്കറ്റ് നിരക്ക് കൂടാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് പ്രാദേശിക വിമാന കമ്പനികളുടെ പരിമിതമായ വിമാന സർവീസുകളാണ്. ഇത് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സീറ്റുകൾ ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും വില ഉയരാൻ കാരണമാകുന്നു. രണ്ടാമതായി പറയുന്നത് അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ കുറവാണ്. പല പ്രമുഖ വിദേശ വിമാന കമ്പനികളും നിലവിലെ പ്രാദേശിക സാഹചര്യങ്ങൾ കാരണം ഇപ്പോൾ സർവീസുകൾ കുറച്ചിരിക്കുകയാണ്. അതിനാൽ മത്സരം കുറയുമ്പോൾ ടിക്കറ്റ് നിരക്ക് ഉയർത്താൻ കമ്പനികൾക്ക് എളുപ്പമാകും. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇതാണെന്നാണ് പറയുന്നത്. അതായത് വർദ്ധിച്ചു വരുന്ന പ്രവർത്തന ചെലവാണ്. ഇന്ധന വിലയിലുണ്ടായ മാറ്റവും ഇൻഷുറൻസ് പ്രീമിയങ്ങളിലെ വർധനവും വിമാന കമ്പനികളെ നിരക്ക് കൂട്ടാൻ പ്രേരിതരാക്കിയത്രേ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യം കാരണം പല വിമാന കമ്പനികളും സുരക്ഷിതമായ മറ്റു റൂട്ടുകളാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. യുദ്ധഭീഷണിയുള്ള വ്യോമപാതകൾ ഒഴിവാക്കി ചുറ്റിക്കറങ്ങി പോകുന്നത് യാത്രാ സമയം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പ്രവാസികൾ അനുഭവിക്കുന്ന യാത്രാക്ലേശവും കൂടുതലാണ്. ഈ റൂട്ട് മാറ്റി ചുറ്റിക്കറങ്ങി പോകുന്നത് കൂടുതൽ ഇന്ധനം ചെലവാക്കാനുള്ള മറ്റൊരു കാരണമാണ്. ഈ അധിക ഇന്ധന ചെലവ് എന്തൊക്കെ പറഞ്ഞാലും ടിക്കറ്റ് നിരക്കിന്റെ ഭാഗമായി യാത്രക്കാരുടെ തലയിൽ തന്നെയാണ് വന്നു ചേരുന്നത്. ഓരോ മിനിറ്റും അധികം പറക്കുമ്പോഴും കമ്പനികൾക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത ടിക്കറ്റ് നിരക്കിനെ നേരിട്ട് സ്വാധീനിക്കുന്നതാണ്. കൂടാതെ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യം വിമാനയാത്രയെ കാര്യമായി തന്നെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംഘർഷത്തിന്റെ ആദ്യ നാളുകളിൽ വ്യോമയാന പാത അടച്ചിട്ടു. പിന്നീട് വിമാന സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ചു. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷമാണ് പരിമിതമായ സർവീസുകൾ നടത്താൻ വിമാന കമ്പനികൾ തീരുമാനിച്ചത്. യുദ്ധഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൂടെയുള്ള വിമാനയാത്രയ്ക്ക് ഉയർന്ന ഇൻഷുറൻസ് തുക നൽകേണ്ടി വരുന്നത് ടിക്കറ്റ് നിരക്ക് കൂടാൻ മറ്റൊരു കാരണമാണ്. പല വിമാന കമ്പനികളും സുരക്ഷിതമായ മറ്റു റൂട്ടുകൾ തെരഞ്ഞെടുക്കുന്നതിലൂടെയും യാത്രാസമയം അതുപോലെ ഇന്ധന ഉപയോഗം ഒക്കെ വർദ്ധിക്കുകയാണ്. ഒരു ആവശ്യത്തിന് നാട്ടിൽ പോകേണ്ടി വരുന്ന പ്രവാസിക്ക് പോലും വലിയ തുകയാണ് നൽകേണ്ടി വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും വ്യോമപാതകൾ താൽക്കാലികമായി അടയ്ക്കുന്നതും വീണ്ടും തുറക്കുന്നതും എല്ലാം മൂലമുണ്ടാകുന്ന അനിശ്ചിതത്വം ബുക്കിങ്ങുകളെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇത് പ്രവാസികളുടെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുകയും അത്യാവശ്യ യാത്രകൾ പോലും മാറ്റിവെക്കാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. പ്രവാസികളുടെ ആകാശയാത്രകൾ മുൻപത്തേക്കാൾ കൂടുതൽ ചെലവേറിയതായിരിക്കുന്നു. അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒത്തുചേരുമ്പോൾ സാധാരണക്കാരനായ ഒരു പ്രവാസിക്ക് തന്റെ അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം ടിക്കറ്റിനായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇന്ധനവിലയിലെ വർധനവും ഇൻഷുറൻസ് തുകയിലെ കയറ്റവും എല്ലാം വിമാന കമ്പനികളെ ന്യായീകരിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും ഈ ഭാരം മുഴുവൻ യാത്രക്കാർ ചുമക്കേണ്ടി വരുന്നത് ഖേദകരമാണ്. സർക്കാരുകളുടെയും വ്യോമയാന മന്ത്രാലയങ്ങളുടെയും ഇടപെടലുകൾ വഴി പ്രത്യേക ചാർട്ടർ സർവീസുകളോ നിരക്ക് നിയന്ത്രണങ്ങളോ വരുത്താത്ത പക്ഷം പ്രവാസിയുടെ നാട്ടിലേക്കുള്ള മടക്കം എന്നത് ഒരു ആഡംബരമായി മാറുന്ന കാലം വിദൂരമല്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടുതൽ സുതാര്യമായ നിരക്ക് നയങ്ങൾ വിമാന കമ്പനികൾ സ്വീകരിക്കണമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം അതൊരു ആവശ്യം കൂടിയായി മാറിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ പ്രവാസിക്ക് നാട്ടിലേക്കുള്ള മടക്കം ഒരു ആഡംബരമായി മാറുന്ന കാലം വിദൂരമല്ല. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്.